ഭയങ്കരമായിട്ടടിക്കും. കളിച്ചിരിയിൽ ബാക്ക്ഗ്രൗണ്ട് പോരാ. കുഴപ്പമില്ല. ഇതില്ല കാണാൻ പറ്റും ഇതില്. ഇപ്പൊ ഓക്കെ. ഇപ്പൊ കാണാം. ഇന്ന് കുറച്ച് കറികൾ വയ്ക്കാന്ന് വെച്ചു. അരി അങ്ങോട്ട് കഴുകുക. അരി അങ്ങോട്ട് കഴുകിയിട്ട് കഴിക്കണ്ടേ? കഴിക്കാൻ വേണ്ടി ഫീച്ചർ ലിങ്ക് ഷോ ബട്ടൺ ലിങ്ക്. ഹായ്, സെക്കൻഡ് അരിയൊന്ന് എടുത്തിട്ട് ഓക്കെ. സെറ്റ് സെറ്റ്. എടുത്ത് ഹലോ ഗുഡായോ? ആ ഗുഡാണോ എന്നാണ് പിന്നെ കറിയൊക്കെ നോക്കട്ടെ. ഫുഡ് പ്രിപ്പറേഷൻ ആണോ ബ്രോ? അതെ, ഞാനും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്
അത് ആദ്യം അരിക്കുള്ള സെറ്റപ്പ്, പിന്നെ ഒരു സാമ്പാർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് ബാക്കി വെട്ടം അടിക്കുന്നു കേട്ടോ. അതിൻ്റെ പരിപാടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് സാമ്പാർ നോക്കട്ടെ ഇങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. പുളിയാണെങ്കിൽ എന്തൊരു കുറവുണ്ട്, ഉപ്പരി എന്തൊരു കുറവ്, ഇങ്ങനെ കുറവാണ് സാമ്പാറിലിട്ട്. ഉപ്പിട്ടേക്കാം, നന്നായിട്ട് ഉപ്പ് കുറഞ്ഞത് വേണ്ട. പിന്നെ എല്ലാവരും ആഹാരമൊക്കെ കഴിച്ചോ? നാട്ടിൽ എത്ര മണി കഴിപ്പം? സൂപ്പർ സാമ്പാർ. സൂപ്പർ. വെള്ളം കൂടി സാമ്പാറിന് വെള്ളം വരുന്നതാണ് ഏറ്റവും ഇഷ്ടം. സാമ്പാറിന് വെള്ളം കൂടുതലുള്ളതാണ് സെറ്റ്. അപ്പോൾ ഏകദേശം സാമ്പാറായിട്ടുണ്ട്. മുതു കെട്ടി ഒന്ന് പോവാളിയ. സാമ്പാർ ഒച്ചിരി എരിയാവും. എരിവുണ്ട്, പിന്നെ നിങ്ങളെല്ലാവരും കഴിച്ചോ? കഴിച്ചു. ഏകദേശം സാമ്പാറായിട്ടുണ്ട്. സാമ്പാറിൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ഇനി അടുത്തത്, അവിടെ വലിയ റേഞ്ചില്ലാത്തല്ല, അവിടെ കാണാൻ പറ്റുന്നില്ല. നല്ല കാണാമല്ലേ. ഇനി അടുത്ത സാമ്പാറും ഇതുമായിട്ട് ചോറ് വെച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ വേറെ എന്തൊക്കെയുണ്ട്? ചെറിയ വരുന്നത് ഹായ് ബ്രോ. ഹായ് വിലാഷ്. റാന്നിര അഖിൽ എപ്പി. ചിക്കൻ കറി തീർന്നത്. ചിക്കൻ കറി എന്നാ ഞായറാഴ്ച കണ്ടല്ലേ വെച്ചത്? ഞായറാഴ്ച വെച്ച് ഇന്നിപ്പോൾ എത്രയായി? ഇന്ന് ബുധനാഴ്ച ആയില്ലേ? ഒരു ദിവസം അല്ല 2 ദിവസം ഇരിക്കത്തോളൂ. 2 ദിവസം കഴിഞ്ഞ് ഞായർ തിങ്കളായപ്പോൾ തീർന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ കറി വെച്ച്, പിന്നെ അത് കഴിഞ്ഞ് വേറെ കറി കൊണ്ട്. പിന്നെ
വീണ്ടും പോയി കഴിഞ്ഞാൽ തുണി അപ്പോൾ നമ്മളെ സാമ്പാർ സെറ്റായിട്ടുണ്ട്. ഓക്കെ, എല്ലാം കൂടി ഉണ്ടോ ഇല്ലളിയെ അവരുന്നല്ലേ ഒരു സെക്കൻഡ് കളിയെ. ഉണ്ട്, ഇതാണ് സാമ്പാർ. ഉണ്ടോ, സാമ്പാർ ഏകദേശം സെറ്റപ്പായിട്ടുണ്ട്. ഞാനുണ്ടാക്കിയ സാമ്പാറായോണ്ട് പറയുകയല്ല. നോക്കിക്കോ, കണ്ടോ മൊബൈലത് വിടാതെ കാര്യം എന്താ നല്ല ആരും കൊതി വിടല്ലേ കേട്ടോ. ഞാനുണ്ടാക്കിയ സാമ്പാറായോണ്ട് പറയുകയല്ല, അടിപൊളിയായിരിക്കും കേട്ടോ. നീ ഒരു സെക്കൻഡ്. ആക്ച്വലി വെയിലടിക്കുന്നോണ്ടൊന്നും കാണാൻ പറ്റത്തില്ല. പിന്നെ ഇന്നലെ അല്ലേ സവാള കട്ട് ചെയ്യുന്നുണ്ടായ ഇത് നീ ഇന്നലെ അല്ലേ വീഡിയോ കണ്ടത്? അത് എപ്പോഴായിരുന്നു? അത് ഇന്നലത്തെ അല്ലല്ലേ. ഇന്നലെ ഞാൻ പാചകമല്ലല്ലോ വെച്ചത്. ഇന്നലെ ആരൊക്കെ ഡ്രൈവിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഞായറാഴ്ചയായിരുന്നു അത്. ഞാൻ ഞായറാഴ്ച ലൈവിൽ വന്നുള്ളൂ, പിന്നാണ്ട് ഇന്നലെ വന്നിട്ടുള്ളൂ. ഇന്നലെ ഒരു ഡ്രൈവിങ്ങിൻ്റെ കാര്യത്തിനായിരുന്നു. ഇന്നും പാചകം നമ്മളെ കയ്യിലായതുകൊണ്ട് ഇന്ന് ലൈവിൽ വന്നു. പിന്നെ അത്ര തെഗ് അടിക്കളിയ ബിജു എം ജെ എത്ര പെഗ് അടിക്കുമെന്ന്. ഇപ്പം അടിയില്ലെന്ന്, ഇപ്പം അടി നിർത്തി. കഴിഞ്ഞ ഒരു മാസമായി നിർത്തിയിട്ട്. നന്നാവാൻ തീരുമാനിച്ചു. ഇനി അപ്പോൾ ഇനി വെള്ളമടിയില്ല. പിന്നെ തേജസ് വിജിലാൽ ബാബിസ് കറക്റ്റ്, അത് സത്യം, അതിൽ മനസ്സിലായി. നമ്മൾ അടിച്ചിട്ട് പോ മിക്സി അടി. അടിക്കുന്ന സമയത്ത് ഒരു ഫുള്ള് മൊത്തം അടിക്കുമായിരുന്നു. ഇല്ല, ബ്രോ 2 പേർക്ക് അടിക്കുമ്പോൾ തന്നെ ഫിറ്റാവും. പിന്നെ വേറെ എന്താ കറി? ചോറ്, സാമ്പാർ, അതും ഞാൻ വെച്ച സാമ്പാർ. ഇതെല്ലാം പറഞ്ഞു ഞാൻ സുട്ട പുലിയെങ്കിൽ, ഞാൻ സുട്ട തത്തയെങ്കിൽ അതെന്ത് അത് കണക്ക് അത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു മോര്, തൈര് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. പിന്നെ ഒരു തോരൻ, ഇത്രയേ ഉള്ളൂ. ജിമ്മിലെ പോക്ക് നിർത്തി. 6 പാക്കായിരുന്നു, ഇപ്പം ഫാമിലി പാക്കായി വീണ്ടും. നേരത്തെ ജിമ്മിൽ നേരത്തെ നിൽക്കുന്നു, ഇപ്പം പോകണം. ഇനിയിപ്പോൾ ഒരു നല്ലൊരു
ഇതൊക്കെ ആകുമ്പോഴത്തേക്ക് പോകുന്നുണ്ട്. നല്ലൊരു പണിയൊക്കെ കിട്ടുമ്പോഴത്തേക്ക് പണി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം ഇവിടുത്തെ ലൈസൻസ്, ട്രക്കിൻ്റെ ലൈസൻസ് വെച്ചിട്ട് ഞാൻ ഒരു ജോലി നോക്കിക്കൊണ്ടിരിക്കുന്നു. ജോലിയെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സെറ്റാവും. വരുന്ന എല്ലാം ശമ്പളം കുറവാണ് മിക്ക ജോലി. നമ്മൾ 10-12,000 അല്ലെ 14,000 ദിറംസ് ഇവിടുത്തെ നാട്ടിലെ 2-3 ലക്ഷം രൂപ കൊടുത്ത് ലൈസൻസ് എടുത്ത് ഇവിടെ ആ ലൈസൻസ് എടുത്തിട്ട് ഓരോരുത്തർ കമ്പനിയിൽ ശമ്പളം കുറച്ച് വിളിക്കുന്നു. ശമ്പളത്തിന് എൻ്റെ പട്ടി പോകും. ശമ്പളം കുറച്ച് കൂടുതലുള്ള ശമ്പളത്തിന് നമ്മൾ പോകത്തുള്ളൂ. അല്ലാതെ നമ്മൾ ഇത്രയും പൈസ കൊടുത്തിട്ട് ഓരോരുത്തർക്ക് വേണ്ടി ലാഭം ഉണ്ടാക്കാനായിട്ട്, ഓരോ മുതലാളിമാർക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പോകത്തില്ല. പോയിട്ടുണ്ട്. ഇനി അങ്ങനെ പോകേണ്ട ആവശ്യമില്ല. നമ്മളെ കയ്യിരിക്കുന്ന കാശ് വിസ അടിച്ച് ലൈസൻസ് എടുത്ത് എല്ലാം ചെയ്തിട്ട് മറ്റുള്ളവർക്ക് ലാഭം ഉണ്ടാക്കാൻ നമ്മൾ ഇനി പോകുമോ? അറിഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോകത്തില്ല. പിന്നെ നമ്മൾ നമ്മളേതായിട്ടുള്ള രീതിയിൽ വേറെ നമുക്ക് മാന്യമായിട്ടുള്ള ശമ്പളം കിട്ടുന്ന ജോലി ആകുമ്പോഴത്തേക്ക് അതിന് പോകും. ജോലിയില്ല അത്രയേ ഉള്ളൂ. ജോലി ഉണ്ടെങ്കിൽ ഉണ്ട്, അത്രയേ ഉള്ളൂ. പനി മാറി എൻ്റെയൊക്കെ പ്രാവിയാന്ന് തോന്നുന്നു. ഇപ്പം ഇടയ്ക്കിടയ്ക്ക് തൊണ്ട ഒരു ചെറിയൊരു ഇതുണ്ട്. ആ ഒരു ഇതേ ഉള്ളൂ. ദൈവം സഹായിച്ച് ബാക്കിയെല്ലാം മാറി. അയ്യോ, ആരും പ്രാവല്ലേ, പ്രാവി തന്നെയാന്ന് തോന്നുന്നു. ആട്ടും ഇത് വളർത്താനുള്ള പരിപാടിയാണ് ബ്രോ. ഇത് ഇങ്ങനെ ഇത്രയും വളർത്താനുള്ള പരിപാടിയാണ്. ഈ സൈഡ് എടുക്കണം. അതിന് വേണ്ടിയാണ് ഇങ്ങനെ ഇരിക്കുന്നത്. വളരണം. ഇത് ആടും താടിയൊന്നുമല്ല ബ്രോ, ഇത് നമ്മൾ സ്വന്തമാണ് കേട്ടാ. സുഖം ആണോ പനി മാറി? അതാ പറഞ്ഞത്. അത്ര സാലറി ഇപ്പം പണിയില്ലാത്തതുകൊണ്ട് സാലറി ഒന്നുമില്ല. നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുന്നു. പണി ഉള്ളപ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം സാലറി ഒരു 10 ഇവിടുത്തെ 4 രൂപയെങ്കിലും വേണം. അതായത് ഈ 2,700-നും 2,500-നും പോകുന്ന എല്ലാവരും അങ്ങനെയൊക്കെ വിളിക്കുന്നു. അപ്പോൾ 4,000 രൂപയ്ക്ക് ശമ്പളം ഉണ്ടെങ്കിലല്ലേ പോകാൻ പറ്റൂ ഇവിടുത്തെ. അല്ലാതെ നമ്മൾ ഈ 10-12,000 രൂപയും കൊടുത്ത് റോട്ടിലെ ഫൈൻ ഉണ്ടെങ്കിൽ അത് നമ്മൾ അടയ്ക്കണം. മനസ്സിലായോ? മുതലാളിമാരും തരത്തില്ല. വലിയ ഡയലോഗ് എടുത്തേ ഉള്ളതിലാണോ? കാണുമ്പോഴും തുടങ്ങുമ്പോഴൊക്കെ വലിയ ഡയലോഗ് എല്ലാ മുതലാളിമാരും എല്ലാ കമ്പനിയും പറയത്തേ ഉള്ളൂ. അവരുടെ ആവശ്യങ്ങൾ നടക്കാൻ വേണ്ടി. ഫൈൻ വന്നു കഴിഞ്ഞാൽ ഡ്രൈവർ തന്നെ അടയ്ക്കണം. ഫൈനോ തട്ടലോ മുട്ടലോ എന്തെങ്കിലും ഉണ്ട്, ഡ്രൈവർ തന്നെ ചെയ്യണത്. ഡ്രൈവറിൻ്റെ പൈസ പോകണം. ഈ ഡ്രൈവറിന് 1,000 രൂപയും വല്ല 2,000 രൂപ ശമ്പളം കൊടുത്തു കഴിഞ്ഞാൽ ഈ തട്ടലോ മുട്ടലോ അല്ലെന്നുണ്ടെങ്കിൽ വല്ല ഫൈനോ വന്നു കഴിഞ്ഞാൽ കമ്പനി കൊടുക്കുമോ? ഏതെങ്കിലും മുതലാളിമാർ കൊടുക്കുമോ? ആരും കൊടുക്കത്തില്ല. ഡ്രൈവറൊന്ന് പണി എന്നുള്ള ഡ്രൈവറിൻ്റെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് റിസ്ക്കാണ്. അല്ലാതെ നമ്മൾ ഡ്രൈവിംഗ് എന്നുള്ള പ്രൊഫഷനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ലോകമാണ്. എത്ര സാലറി, ഫാമിലി, ഏജ് എത്രയാണ് ബ്രോ? എൻ്റെ ഏജൊന്നും പറയണ്ട ബ്രോ, 45. അഖിൽ AP എനിക്കും ഉണ്ട് അതുപോലെ താടി. അങ്ങനെയാണ് കാര്യങ്ങൾ. ഇപ്പോൾ ഇവിടെ ദുബായിലെ കാര്യം പറഞ്ഞു. ദുബായിൽ ആരെങ്കിലും ഉണ്ടോ ഇതിൽ? ദുബായിലാണോ അതാ ദുബായിൽ ആരെങ്കിലും ഉണ്ടോ ഇതിൽ? ചോദിച്ചാൽ വെള്ളം കുടിച്ചിട്ട് കേട്ടെ. ഇതാ വരുന്നു. ഒരു കാറ്റായി മഴയായി പൊഴിയും. ഒരു സെക്കൻഡ്.
സ്ലോ കണക്ഷൻ. അഖില്, ദീപു മൂക്കും കൂടി കുത്താമായിരുന്നില്ലേ? അടുത്ത ട്രെൻഡിൽ ഞാൻ ചെയ്യുന്നുണ്ട്. മൂക്കിലിങ്ങനെ ഇങ്ങനെ മറ്റൊരു വളയുണ്ടല്ലേ, ആ സാധനമൊക്കെ ഇട്ടിട്ട് ഇത് ഇതുണ്ടോ, ഈ സാധനമല്ലേ നിങ്ങൾ പറയുന്നത്? ഈ സാധനം ഇങ്ങനെ പെണ്ണുങ്ങളെടുത്ത് കണക്ക്. പെണ്ണുങ്ങളല്ലേ ഇപ്പോഴത്തെ ട്രെൻഡ് അതാണ് അല്ലേ? ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ഇടുമല്ലേ ഇങ്ങനെ. ഇതല്ലേ സാധനം പറയുന്നത്? അങ്ങോട്ട് പ്രേമേ മൂക്കിലൊന്നും ഇടിച്ച് കയറല്ലേ. ദീപു മോനെ നീ പോയോ? ഉണ്ടടെ ഇവിടെ കണ്ടില്ല? ദീപു മൂക്കും കൂടി കുത്താമായിരുന്നില്ലേ? ഇല്ലേ, നോക്കട്ടെ, ആ സാധനം ഉണ്ടാകട്ടെ. നാട്ടിലെപ്പോൾ വരും? നാട്ടിൽ വരുന്ന കാര്യം ഒന്നും ആയിട്ടില്ല. എനിക്കൊരു 8 ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞാൽ പിറ്റേന്ന് ഞാൻ നാട്ടിലെത്തും. ഒന്നുമില്ല, 8 ലക്ഷം രൂപ മാത്രം മതി. 8 ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞാൽ പിറ്റേന്ന് ദീപ് നാട്ടിൽ, അതുറപ്പാ. അങ്ങോട്ട് മൂക്കിലാണ് ഇടിച്ച് കയറി കഴിഞ്ഞാലുണ്ടല്ലേ പെട്ട് ഞാൻ. അപ്പോൾ ഇതാണ് അത് ഉദ്ദേശിച്ചത്. ഈ സാധനമാണോ പറഞ്ഞത്? സ്റ്റൈലൊക്കെ ഉണ്ടല്ലേ, ഇച്ചിരി വലുതായിരിക്കണമെന്ന്. അല്ല, ഇവിടെ ആരാണ്ടിരുന്ന് പറഞ്ഞേ മൂക്കും കൂടി കുത്തിക്കൂടായിരുന്നു അഖില്. പിന്നെ വേറെ എന്താ ഉണ്ട്? മനസ്സിനുള്ളിൽ ഇതില് നമുക്ക് ആവശ്യമില്ലാത്ത മെസ്സേജൊക്കെ വരുമ്പോഴത്തേക്ക് ബാൻ ചെയ്ത് കളയല്ലേ. സംഭവം കൊള്ളാം. ദുബായിലുള്ള ആരും ഇല്ല ഇതില്? ഇതിലെല്ലാവരും എനിക്ക് തോന്നുന്നു നാട്ടിലാന്ന് തോന്നുന്നില്ലേ. ദുബായിൽ പ്രത്യേകിച്ച് ആരും ഇല്ല എന്ന് തോന്നുന്നു. നാട്ടിലിപ്പോൾ എത്ര മണിയായി? ഇവിടെ സമയം 2:30, 4 മണി. 4 മണിയായതല്ലേ ഉള്ളു നാട്ടിലല്ലേ. ആരും ജോലിക്കാരൊക്കെ ആണെങ്കിൽ ജോലിക്കൊക്കെ പോയേക്കുമായിരിക്കും. ജോലിക്കൊക്കെ പോയിട്ട് നിങ്ങൾക്കാർക്കും പണിയൊന്നുമില്ല? അഖിൽ, നിങ്ങൾക്കാർക്കും ജോലിയൊന്നുമില്ല? ഇത് തന്നെ ജോലി? മൊബൈലും പിടിച്ചോണ്ടിരിക്കലാണോ ജോലി? ഒരു കാറ്റായി മഴയായി 19 കമന്റ് വന്നു അതിൻ്റെ ഇടയിൽ. അതെപ്പം വന്നു? ഇല്ല, പറ്റിച്ചു. ഞാൻ മുക്കേറിടാൻ പോവാം. ഞാൻ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. 3:54. സോനാപൂർ. എല്ലാവരും എന്തൊക്കെയോ നിന്നോട് ചോദിക്കുന്നു. അത് മൈൻഡ് ചെയ്യണ്ടെന്ന്. അത് നമ്മൾ മൈൻഡ് ചെയ്യണ്ട. ഇത് പറയുന്നില്ല. ജീവിച്ച് പോണ്ടേ മോനെ. അല്ല, നിങ്ങൾക്ക് ജോലിയൊന്നുമില്ല? ഓട്, ജീവിച്ച് പോണ്ടേ മോനെ. ഹായ്, ഹാൻസ് ഉണ്ടോന്നാണോ ചോദിക്കുക? പ്രസാദ് സുരരം. ഹായ്, ഹാൻസ് ഉണ്ടോന്ന്? ഞാൻ ആ പരിപാടിയൊന്നുമില്ല. ഹാൻസും ശമ്പൊന്നും വെക്കാറില്ല. വിജു എം ജഡ. മെസ്സഞ്ചർ കാൾ വന്നു. അത്
കുറേ ബുദ്ധിയില്ലാത്തവന്മാരുണ്ട്. അവന്മാരുടെ അടുത്ത് ഞാൻ 100 വട്ടം പറയും. കാര്യം വെച്ചാൽ ഇവിടെ വാട്സപ്പിലോ മെസ്സഞ്ചറിലോ കോള് കിട്ടത്തില്ല, കട്ട് ചെയ്ത് കളയാനേ പറ്റത്തുള്ളൂ. ദുബായിൽ ഇതെല്ലാം ബാൻ ചെയ്ത് വെച്ചേക്കുകയാണ്. അപ്പോൾ പിന്നെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്നല്ല, മെസ്സേജ് അയക്കുക അങ്ങനെ. പക്ഷേ എനിക്ക് മെസ്സഞ്ചർ ഇല്ല, അത് വേറൊരു കാര്യം. കോള് വന്നാലും എൻ്റെ ഫേസ്ബുക്ക് ആപ്പിലായിരിക്കും വരുന്നത്. വന്നാലും നമുക്കിതൊന്നും എടുക്കാൻ പറ്റത്തില്ല. ഇവിടെ അതൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. അത് ബാൻ ചെയ്ത് വെച്ചിട്ട് ആ സാധനം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉള്ള ഫൈനെല്ലാം വാങ്ങിച്ച് കൂട്ടണ്ടേ. ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നില്ല, അത്രയേ ഉള്ളൂ. ടാറ്റു ഉണ്ടോ കയ്യിൽ? എൻ്റെ താഴോട്ട് എന്തോ കാണുന്നു. ഓക്കെ, ടാറ്റു ഉണ്ടോ? ഇല്ല ബ്രോ, ഞാൻ ടാറ്റു അടിക്കാൻ എനിക്ക് വലിയ താല്പര്യമില്ല. മുമ്പുണ്ടായിരുന്നു, വന്ന സമയത്ത് 3 വർഷം മുമ്പ് വന്ന സമയത്തുണ്ടായിരുന്നു ടാറ്റു അടിക്കാൻ. പിന്നെ എനിക്ക് അത്ര ഒരു ഇത് പോരാ. കാര്യം ചവറ് കണക്ക് ഇപ്പോൾ എല്ലാവരും ടാറ്റു ദേഹത്തടിച്ചുകൊണ്ട് കിടക്കുന്നു. അപ്പോൾ നമുക്ക് അതിൽ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും വേണ്ടേ. ടാറ്റു അടിക്കുന്നില്ല എന്ന് വെച്ച്. പിന്നെ ഗുഡ് ബ്രോ, ഒരു പാട്ട് പാടാമോ? പാടിത്തരടാനൊക്കെ ഇപ്പം പാടിത്തരാം. യു ലവ് എണീച്ച് പോടേ. ദീപു നീ കോട്ടയം എവിടെ? ഞാൻ കോട്ടയമല്ലടാ. നീയൊക്കെ എന്താണ് എല്ലാം ഇത് എൻ്റെ പ്രൊഫൈല് വായിച്ചിട്ട് കോട്ടയം എന്ന് പറയുന്നത്. കുറേ ആൾക്കാർ പറയുന്നത് നീ കോട്ടയമാണ്. കോട്ടയമല്ല, കൊട്ടിയം, കൊല്ലം. കൊല്ലം വന്നിട്ടുണ്ടോ? കൊല്ലത്ത് നീ കൊല്ലത്താണല്ലോ അല്ലേ? കൊല്ലത്ത് കൊട്ടിയം കേട്ടിട്ടുണ്ടോ? കൊട്ടിയം. പിന്നെ ടാറ്റു ഉണ്ടോ കയ്യിൽ? ജബാൽദ ബായ്, പെട്ടെന്ന് ഹിന്ദിക്കാരനായി പോയി. ടാറ്റു ഇല്ലെന്നല്ലേ നേരത്തെ പറഞ്ഞത്, വീണ്ടും ടാറ്റു. പിന്നെ കയ്യിൽ ടാറ്റു ഒന്നുമില്ല ബ്രോ. ഉണ്ടോ? സ്ലോ കണക്ഷൻ, നെറ്റ് സ്ലോ ആണ് ബ്രോ. അതാണ് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം, നെറ്റ് സ്ലോ ആണ്. ഈ ദീപു ഇവിടെ എറണാകുളം മഴ. നീ എറണാകുളത്തല്ലേ? നമ്മൾ കൊല്ലത്ത്. നമ്മളവിടെ എല്ലാം മഴയാണ്. ഇപ്പോൾ ഇടിവെട്ടി നല്ല മഴയുണ്ടല്ലോ അല്ലേ? നല്ല മഴയാന്ന് പറയുന്നത് കേട്ട് എല്ലാവരും. വെച്ചാൽ അങ്ങോട്ടൊക്കെയാണ്, മലപ്പുറം ആ സൈഡിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ നല്ല റോഡൊക്കെ ഇതായിട്ട് ഇരിക്കുന്നത് അല്ലേ? മഴ കാരണം പുറത്തിറങ്ങാനും പറ്റുന്നില്ല, ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. സ്കൂളിൽ പോകുന്നവർക്കൊക്കെ ലാഭമായി. മഴയായപ്പോഴത്തേക്ക് പഠിത്തമില്ലല്ലേ. നമ്മളൊക്കെ സ്കൂളിൽ ഒരു സമയത്തൊക്കെ പോയി, അന്നൊക്കെ മഴ പെയ്യണേ എന്ന് പറഞ്ഞ് കാത്തിരുന്നേത് അവധി കിട്ടാൻ വേണ്ടി. അന്ന് അവധി മഴയത്തും നനഞ്ഞു പോയി അവധിയും തരത്തില്ല ചില സമയങ്ങളിൽ. എന്നിട്ട് കാര്യം എന്തോ, അതൊക്കെ ഒരു സമയം. അന്നേ സാറന്മാർ പറയായിരുന്നു പഠിക്കടാന്ന്. ആര് പഠിക്കാൻ? പഠിച്ചവരൊക്കെ എവിടെയൊക്കെ എത്തി, പഠിക്കാത്തവരൊക്കെ ഇവിടെയൊക്കെ ഇരിക്കുന്നു. ഹായ് ബ്രോ, ചോറ്റാനിക്കരയാണ് ഞാൻ. എനിക്കറിയാം. അമ്പലത്തിൻ്റെ അടുത്തല്ലേ? നിന്നെ അറിയാന്നല്ല, അമ്പലം ചോറ്റാനിക്കര അമ്പലം അറിയാമെന്ന് പറഞ്ഞത്, മനസ്സിലായേ? ദീപു ഫിറ്റ് ബോഡിയാണ്. അല്ല ബ്രോ, ആയിരുന്നു ഒരു സമയത്ത്. അതൊക്കെ പണ്ട്. അപ്പം അങ്ങനെ ഇപ്പം 6 പാക്കൊക്കെ മാറി നമുക്ക് ഫാമിലി പാക്കായി. കണ്ട കയ്യൊക്കെ കണ്ട സാധാ. പിന്നെ ഒരു സമയത്ത് ജിമ്മിൽ പോയിക്കൊണ്ടിരുന്നായിരുന്നു. കുറേ നാളായി. പിന്നെ ഇപ്പം വലുതായിട്ട് ജിമ്മിലൊന്നും പോകുന്നില്ല. അപ്പോൾ അതിനുള്ള സാഹചര്യമൊന്നും കിട്ടുന്നില്ല. ജിമ്മിൽ പോകാനായിട്ടുള്ളതില്ല, കുറേ പണിയുടേതും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. അതുകൊണ്ട് നമ്മൾ ആകെ ഒരു ഇതാണ്. പിന്നെ ആകപ്പാട് സന്തോഷം കിട്ടുന്ന വെച്ചാൽ നമുക്ക് ലൈവ് വരുമ്പോൾ, പിന്നെ പോസ്റ്റ് ഇടുമ്പം അങ്ങനെയൊക്കെയാണ് വരുന്നത്. ഞാൻ പോവുമോ? എന്ത് ജോലിയുണ്ടോ? അതാ എന്താ പരിപാടി? മഴയായിട്ട് പിന്നെ കാണാം. ഓക്കെ ഒന്ന് നടക്കട്ടെ. മഴയായിട്ട് എന്താ ഇവിടെ പരിപാടി? വെള്ളമടിയാണോ?
വെള്ളം അടിക്കാത്ത എത്ര പേരുണ്ട് കള്ളു കുടിക്കാത്ത? ഇനി എപ്പോഴാണ് ലൈവ് വരുന്നത്? അതെപ്പോഴും ഇങ്ങനെ ഇടയ്ക്ക് തോന്നുമ്പോഴത്തേക്ക് ലൈവ് വിടും. അല്ലാതെ ഇപ്പം ഇന്ന് ഞാൻ സ്റ്റാറ്റസ് ഇല്ലെന്ന് തോന്നുന്നില്ലേ? എന്തോന്ന് അറിയാൻ വയ്യ. മറ്റേ സ്വർണത്തിൻ്റെ കാര്യം പറഞ്ഞു എന്നിട്ട് അതെങ്ങനെ ഉണ്ടായിരുന്നു? അത് ഞാൻ അതാ ചോദിക്കാൻ വന്നത്. അത് സ്വർണത്തിൻ്റെ ഞാനിന്ന് ഒരെണ്ണം ഇട്ടില്ലായിരുന്നു. അത് എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു സംഭവം? ഞാനതിൽ ഇട്ടേന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, എല്ലാവരും മക്കളെ കെട്ടിച്ച് വിടുമ്പോഴത്തേക്ക് സ്വർണം വാങ്ങിച്ച് നല്ല രീതിയിൽ കെട്ടിച്ചൊക്കെ വിടുന്ന അവസാനം എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വരുന്നു ഇല്ലേ? അപ്പം നമ്മളൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഇത്ര ആഡംബരമൊന്നും കാണിക്കാതെ സാധാ രീതിയിൽ, ഇപ്പോൾ ഈ ഇടയ്ക്കുണ്ട് ഞാനൊരു കല്യാണം കണ്ടു. അത് സെലിബ്രേറ്റ് ചെയ്യണോ ആരാന്നറിയത്തില്ല. സാധാ രീതിയിൽ പോയി കല്യാണം കഴിച്ചിട്ട് തിരിച്ചു വരുന്നു. ഒരു സ്വർണ്ണവും ഇല്ല, താലിമാല മാത്രമുണ്ട്. അപ്പം ഇതേ കണക്ക് നമ്മൾ ആവശ്യമില്ലാത്ത കുറേ ആചാരങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുമല്ലേ, സ്വർണ്ണമൊക്കെ കൂടുതൽ കൊടുക്കണം അങ്ങനെയൊക്കെ. അപ്പോൾ അവർക്കും ആ ഒരു ഇതാവും. അവസാനം ചില ആൾക്കാർ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് ഈ മരുമോളെ സ്വർണ്ണമില്ലാത്തതിൻ്റെ പേരിൽ പറഞ്ഞു വിടുന്നു. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇല്ലേ, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇല്ലേ. അപ്പോൾ അതൊക്കെ ഇന്നലെ എൻ്റെ മനസ്സിലിങ്ങനെ വന്നപ്പോഴത്തേക്കാണ് ഞാനൊരു പോസ്റ്റ് ഇന്നലെ ഇട്ടത്. നമ്മൾ ജനങ്ങൾ അല്ലെങ്കിൽ നമ്മൾ മനുഷ്യർ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇതിലൊരു സെക്കൻഡ് വരുന്നു. അരി ഊറ്റണമല്ലോ. അരി വെന്തില്ലേ, അരി ഊറ്റാൻ പോയിരുന്നു. പിന്നെ വേറെ എന്താണ്? ഒരു കാറ്റായി അങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തുവായിരുന്നു? അതിൽ മാറ്റർ ചെയ്യുന്നത് ഈ സ്വർണത്തിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്.
ആരുടെ സഹിക്കാൻ പോയില്ലേ? പിന്നെ ഒരു കോള്, ഒരു മെസ്സേജ് വന്നായിരുന്നു. ഒരു കാറ്റായി മഴയായി. എന്നാ ഞാൻ അങ്ങോട്ട് പോയാലോ? ഞാൻ എന്നേ അങ്ങോട്ട് പോയാലോ? ഇനിയിപ്പോൾ നാളെ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നാളെ വരാം. വേറെ ദുബായിലുള്ള ആരുമില്ല? ദുബായ് നെറ്റ് സ്ലോ കണക്ഷൻ, അതാണ് വിഷയം. നമുക്ക് കറക്റ്റായിട്ട് മെസ്സേജ് പോലും കാണാൻ പറ്റുന്നില്ല. നെറ്റ് സ്ലോ കണക്ഷൻ ഇതിൽ കാണിക്കും. എൻ്റെ ഇവിടെ ആരാണ്ടെ കിടന്ന് വിളിച്ചല്ലേ? ആരാ വിളിച്ചത്? ഇതിൽ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടത്തില്ല. അത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. ഇത് നമ്മളെ നാടല്ല, ദുബായിയാണ്. ഇവിടെ ഇതിൽ കോള് കിട്ടത്തില്ല. ഇവിടെ കിട്ടുന്ന IM, BOTM അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ കോള് കിട്ടുന്നത്. അല്ലാതെ ഇതിനൊന്നും നമുക്ക് കോള് കിട്ടത്തില്ല. അത് മനസ്സിലാക്കാം. പിന്നെ മുണ്ട് മാറ്റി ബ്രോ. ഞാൻ മുണ്ട് മാറ്റിയിട്ട് ഇപ്പം ബെർമൂഡ എടുത്തിട്ടേക്കുന്നു. സത്യം ബ്രോ എന്തല്ല കൊച്ചു പിള്ളേരെ പോലെ. വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ ശരിയെന്ന് ഞാനൊന്നേ അങ്ങോട്ട് പോയിട്ട് ഫുഡ് കഴിക്കാൻ സമയമായി. ഇന്ന് കയറാൻ മനസ്സ് വരുന്നില്ല. അത് ശരിയാണ്. അതെന്തോ അതിനെപ്പറ്റി ഞാൻ വാർത്ത കണ്ടായിരുന്നു. ഓക്കെ. നെറ്റിൻ്റെ പ്രശ്നമാകുമ്പോൾ ഓക്കെ ബൈ.